കർമ്മ ശുദ്ധിയില്ലാതെ ക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥനകൾ നടത്തിയിട്ട് കാര്യമില്ല എന്നുള്ളതാണ് ഞാൻ കഴിഞ്ഞ തവണ പറഞ്ഞത്. അതിൽ എത്രത്തോളം ആൾക്കാർ ഉൾക്കൊണ്ടു എന്നുള്ളതിനെക്കുറിച്ച് എനിക്കറിയില്ല. എന്നിരുന്നാലും കർമ്മശുദ്ധിയില്ലാതെ ക്ഷേത്ര ദർശനം നടത്തിയിട്ട് കാര്യമില്ല എന്നുള്ള നിലപാട് തന്നെയാണ് എനിക്കിപ്പോഴും ഉള്ളത്. കാരണം കർമ്മശുദ്ധിയില്ലാത്ത പ്രവൃത്തികൾ ചെയ്ത് ക്ഷേത്ര ദർശനം നടത്തി വിഗ്രഹത്തെ നോക്കി മന്ത്രജപം നടത്തി പ്രാർത്ഥന നടത്തുമ്പോൾ ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ ചെയ്ത് പ്രാർത്ഥന നടത്തുന്നവരെ കൊണ്ട് ക്ഷേത്ര ചൈതന്യം നശിക്കുമെന്നല്ലാതെ ഇവരെ കൊണ്ട് പ്രത്യേകിച്ച് മറ്റൊരു ഗുണവും ഉണ്ടാകില്ല. ചിലപ്പോൾ ക്ഷേത്രത്തിന് വലിയ ഗുണം ഉണ്ടായെന്നിരിക്കും, കാരണം സാമ്പത്തികമായിട്ട് ഇവരിലൂടെ കുറേ നേട്ടങ്ങൾ ഉണ്ടായെന്നിരിക്കും. ക്ഷേത്ര ചൈതന്യമാണ് ഏറ്റവും വലിയ സമ്പത്ത്. അതിനേക്കാളും വലിയ സമ്പത്ത് ഈ ലോകത്ത് മറ്റൊന്നുമില്ല. ആ ചൈതന്യവും ശക്തിയും ശ്രീകോവിലിനുള്ളിൽ ഉണ്ടെങ്കിൽ മാത്രമേ ഈ ക്ഷേത്രങ്ങൾ കൊണ്ട് കാര്യമുള്ളൂ. നമ്മളെല്ലാവരും ക്ഷേത്രങ്ങളിൽ പോകുമ്പോൾ അതിൻ്റെ ഭാഗികമായ അലങ്കാര കൊത്തുപണികളിൽ ആകൃഷ്ടരായിട്ട് നിൽക്കുകയാണ് ചെയ്തത്. അത് കണ്ടിട്ടാണ് എന്തു വലിയ ക്ഷേത്രം, ഏറ്റവും നല്ല ക്ഷേത്രം എന്നൊക്കെ നമ്മൾ ധരിക്കുന്നത്. യഥാർത്ഥത്തിൽ അതല്ല ക്ഷേത്രത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത്. ക്ഷേത്രത്തിൻ്റെ യഥാർത്ഥ ശക്തി എന്ന് പറയുന്നത് ശ്രീകോവിലിനകത്ത് കുടിയിരിക്കുന്ന ഊർജമാണ് ഏറ്റവും വലിയ ശക്തി. അത് ചിലപ്പോൾ നമ്മുടെ തൊട്ടടുത്തുള്ള ഒരു ചെറിയ ക്ഷേത്രം കാണുമായിരിക്കും, ചിലത് തകർന്ന് ഇടിഞ്ഞ് പോയി കിടക്കുന്ന ക്ഷേത്രം പോലെ കാണുമായിരിക്കും. ഒട്ടും ആരോട് പറഞ്ഞാലും അതിന് വലിയ വില കാണത്തില്ലായിരിക്കും. അത്തരം ക്ഷേത്രങ്ങളെ പുച്ഛിച്ച് തള്ളിയിട്ടാണ് ദൂരസ്ഥലങ്ങളിലും തൊട്ടടുത്ത് ഉള്ള അലങ്കാര കൊത്തുപണികളുള്ള ക്ഷേത്രങ്ങളുടെ പിറകെ നമ്മൾ ഓടുന്നത്. ചൈതന്യം എവിടെയുണ്ടോ അവിടെയാണ് ശക്തി നിറഞ്ഞു നിന്ന് നിങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റി തരുന്നതും ലോകത്തെ സംരക്ഷിക്കുകയും ദേശത്തെ സംരക്ഷിക്കുകയും ചെയ്യുന്നത്. ഇത്തരത്തിലുള്ള ക്ഷേത്രങ്ങളിൽ ചെന്നിട്ട് കർമ്മശുദ്ധിയില്ലാത്ത പ്രവൃത്തി, ഇപ്പം ഞാൻ ഈ പറയുന്ന എനിക്ക് പോലും കർമ്മശുദ്ധിയില്ല, ആർക്കും പൂർണ്ണമായി കർമ്മശുദ്ധി ഉണ്ടാകുമെന്ന് വിചാരിക്കുകയും വേണ്ട. എന്നിരുന്നാലും ഒരു 35-40% കർമ്മശുദ്ധി ഉണ്ടാക്കിയെടുക്കുവാൻ നമുക്കെല്ലാവർക്കും സാധിക്കും. കർമ്മശുദ്ധി ഇല്ലാത്ത പ്രവൃത്തികൾ ചെയ്യുക എന്ന് പറയുന്നത് ഭൗതിക ജീവിതത്തിൽ പലപ്പോഴും പലവണ്ണം നമുക്ക് അത് ചെയ്തേ പറ്റുള്ളൂ എന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് കൈക്കൂലി വാങ്ങാതിരുന്നൂടെ? സർക്കാർ ഉദ്യോഗസ്ഥന് കൈക്കൂലിയുടെ ആവശ്യം എന്താ? കൈക്കൂലി കിട്ടിയാലേ ഞാൻ ആ ഫയൽ നീക്കുള്ളൂ, അല്ലെങ്കിൽ ഫയലിൽ ഒപ്പിടൂ എന്ന് പറയുന്നിടത്ത് എവിടെയാ കർമ്മശുദ്ധി ഇരിക്കുന്നത്? നിങ്ങൾക്ക് പലിശയ്ക്ക് കൊടുക്കാമായിരുന്നൂടെ? പലിശയ്ക്ക് കൊടുത്താലേ എനിക്ക് ജീവിക്കാൻ പറ്റുള്ളൂ എന്ന് പറയുന്ന ആ കണ്ണീരിൻ്റെ പണം ഉണ്ടെങ്കിലേ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ, ജീവിക്കാൻ പറ്റുള്ളൂ, എനിക്കും എൻ്റെ മക്കൾക്കും കുടുംബത്തിനും സുഖമായി ജീവിക്കാൻ പറ്റുന്നു എന്ന് പറയുന്നിടത്ത് എവിടെ കർമ്മശുദ്ധി ഇരിക്കുന്നു? മറ്റുള്ളവരെ ദ്രോഹിക്കുകയും ഇരട്ടമുഖങ്ങൾ കാണിച്ച് പ്രവർത്തിച്ച് ചതിയിൽപ്പെടുത്തുകയും ചെയ്യുന്നത് ഗുരുവിനെ വഞ്ചിക്കുക, ക്ഷേത്രാചാര്യന്മാരെ പുച്ഛിക്കുക, മാന്യമായി ജീവിക്കുന്നവരുടെ മേല് തെറ്റായ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുക, ഇതൊക്കെ ചെയ്യുന്നതും ഒക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ മാതാപിതാക്കളെ നോക്കാൻ കഴിയുമെങ്കിൽ നോക്കുക തന്നെ വേണം. അത് നോക്കാൻ കഴിയാത്തവൻ വൃദ്ധസദനത്തിൽ കൊണ്ട് അമ്മയെ ഇട്ടിട്ട് ശ്രീകോവിൽ മോടി പിടിപ്പിക്കാനായിട്ട് കോടികൾ കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ അത് കർമ്മശുദ്ധിയാണെന്ന് വിശ്വസിക്കുവാനോ അതിനെ പിന്തുണയ്ക്കുവാനോ എന്നെ പോലെ ഒരു സാധാരണക്കാരന് സാധിക്കില്ല. അതുകൊണ്ട് കർമ്മശുദ്ധി വളരെ പ്രധാനം തന്നെയാണ്. അതേപോലെ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്, ഈ കർമ്മശുദ്ധി ഇല്ലാത്തവരെ കയ്യിൽ നിന്ന് ക്ഷേത്രത്തിലെ ഭാരവാഹികൾ കഴിവതും ഇത്തരത്തിലുള്ള ആൾക്കാരിൽ നിന്ന് ധനം സ്വീകരിക്കാതിരിക്കുക, അവരുടെ സഹായം കൈപ്പറ്റാതിരിക്കുക. പക്ഷേ ഇന്ന് എല്ലാ ക്ഷേത്രങ്ങളിലും പള്ളികളിലും മോസ്കുകളിലും ഇത്തരം ആൾക്കാരുടെ കൈകളിൽ നിന്ന് പണം വാങ്ങി തന്നെയാണ് ക്ഷേത്രങ്ങൾ മോടി പിടിപ്പിക്കുകയും പള്ളികൾ മോടി പിടിപ്പിക്കുകയും മോസ്കുകളിൽ മോടി പിടിപ്പിക്കുകയും മോസ്കുകൾ പണിയൊക്കെ ചെയ്യുന്നത്. മുസ്ലിം സമുദായത്തിലെ എടുത്തു പറയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾ പലിശയ്ക്ക് കൊടുക്കരുത് എന്ന് പറയും. അവരിൽ എത്ര പേര് പലിശ കൊടുക്കുന്നത് എനിക്ക് തന്നെ അറിയാമല്ലോ, എത്രയോ പേര് പലിശ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള മതഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുള്ള അടിസ്ഥാനപരമായ ചില കാര്യങ്ങളെങ്കിലും നമ്മൾ അനുസരിക്കാൻ ബാധ്യസ്ഥരാണ്. അത് കുറേയൊക്കെ നമുക്ക് ഫോളോ ചെയ്യാം.
അത്തരത്തിലുള്ള കർമ്മശുദ്ധി നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. ഒന്നുമില്ലെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് ആ കർമ്മശുദ്ധി ഉണ്ടോ എന്ന് സ്വയം വിശകലനം ചെയ്യേണ്ടിയിരിക്കുന്നു. അതുമാത്രമാണ് കർമ്മശുദ്ധിയെ ഉണ്ടാകണം എന്ന്. അതിനുവേണ്ടിയുള്ള ശ്രമം നടത്താൻ എന്തുകൊണ്ട് സാധിക്കില്ല? എന്തുകൊണ്ട് ശ്രമിച്ചുകൂടാ? ആ കർമ്മശുദ്ധിയോടുകൂടി വേണം ക്ഷേത്രങ്ങളിൽ ചെന്ന് പ്രാർത്ഥനകൾ നടത്താൻ. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിച്ചോളൂ, നിങ്ങളുടെ ധനം ക്ഷേത്രഭാരവാഹികൾക്ക് വളരെ സന്തോഷം പ്രദാനം ചെയ്യുന്നതായിരിക്കാം. ക്ഷേത്രത്തിലെ ചൈതന്യം കുറയും. കുറേയേറെ ചൈതന്യം കുറയുന്നതിലൂടെ കുറച്ച് ശാപം കൂടെ നിങ്ങൾക്ക് ഉണ്ടാക്കി വെക്കാമെന്നുള്ളതല്ലാതെ ക്ഷേത്ര ദർശനം കൊണ്ട് ഇത്തരത്തിലുള്ള ആൾക്കാരെ കൊണ്ട് യാതൊരു ഗുണവും ക്ഷേത്ര ദർശനം കൊണ്ടോ പള്ളികളിൽ ചെന്ന് പ്രാർത്ഥിക്കുന്നതുകൊണ്ടോ ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. സിദ്ധമാർഗ സഞ്ചാരികളായിട്ടുള്ള ഒരു വ്യക്തികളും ഇത്തരത്തിലുള്ള കാര്യങ്ങളെ പ്രോത്സാഹിപ്പിക്കാറില്ല. ഇത് നമ്മൾ അടിസ്ഥാനപരമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഈ കർമ്മശുദ്ധിയെ പോലെ തന്നെ ക്രിയാശുദ്ധി എന്ന് പറയുന്ന ഒന്നുണ്ട്. കർമ്മശുദ്ധി വേറെ, ക്രിയാശുദ്ധി വേറെ. കർമ്മശുദ്ധിയും ക്രിയാശുദ്ധിയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ, കർമ്മശുദ്ധിയിൽ ക്രിയാശുദ്ധിയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ക്രിയാശുദ്ധിയിൽ ചിന്ത ആദ്യം ഉണ്ടാകുന്നില്ല. ക്രിയാശുദ്ധിയിൽ. കർമ്മശുദ്ധിയിൽ ചിന്തയും കർമ്മവും ഒന്നിച്ച് ഇണചേർന്ന് കിടക്കുന്നു എന്നാണ് പറയുന്നത്. ഇപ്പോൾ ക്രിയാശുദ്ധി ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ കർമ്മശുദ്ധിക്ക് ശേഷം നമ്മൾ ചെയ്യേണ്ടി വരുന്നതാണ് ക്രിയാശുദ്ധി എന്ന് പറയുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് ക്രിയാശുദ്ധിയിൽ ഏറ്റവും പ്രധാനമായി നമ്മൾ ഭൗതിക ജീവിതത്തെ വിജയത്തിന് വേണ്ടി ആഗ്രഹിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നവരാദ്യമായിട്ട് മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പിതൃകർമ്മ ദോഷം എന്ന ദോഷമാണ്. പിതൃക്കൾക്കുള്ള ദോഷത്തെ എങ്ങനെ ഇല്ലായ്മ ചെയ്യും? ആ കർമ്മദോഷം നമ്മൾ വിളിച്ചു വാങ്ങുന്നതാണോ, വിലയ്ക്ക് വാങ്ങുന്നതാണോ എന്നുള്ളത് നമ്മൾ സ്വയം വിശകലനം ചെയ്യേണ്ടിയിരിക്കുന്നു. കാരണം എന്താണ് പിതൃകർമ്മദോഷം? നമ്മളെല്ലാവരും പറയും പിന്നെ ബലിയിടുന്നുണ്ട്, അച്ഛൻ മരിച്ചു, അമ്മ മരിച്ചു, അല്ലെങ്കിൽ മുത്തച്ഛൻ മരിച്ചു, അല്ലെങ്കിൽ ഭാര്യ മരിച്ചു, ഭർത്താവ്, നമ്മൾ കൃത്യമായിട്ട് ബലിയിടുന്നുണ്ടെന്ന് പറയും. യഥാർത്ഥത്തിൽ ബലിയിടുന്നതിലൂടെ മാത്രം പിതൃകർമ്മ ദോഷം മാറുമോ? എന്തിനാണ് നമ്മൾ ബലിയിടുന്നത്? ഒരു വ്യക്തി മരിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മൾ ആ പിതൃകർമ്മ ദോഷത്തെ ഇല്ലായ്മ ചെയ്യേണ്ടത് എന്നുള്ളത് അടിസ്ഥാനപരമായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യമാണ്. ഇതൊരു അന്ധവിശ്വാസമായിരിക്കാം, അന്ധവിശ്വാസമാണെന്ന് തന്നെ ധരിച്ചോളൂ. എന്നിരുന്നാലും ഇതിനകത്ത് കുറേയേറെ ശാസ്ത്രീയത ഉണ്ടോ എന്ന് ചോദിച്ചാൽ കുറച്ചൊക്കെ ശാസ്ത്രീയത ഉണ്ട്. പിന്നെ മത്സ്യപുരാണം, പിന്നെ ഗരുഡപുരാണം, അഗ്നിപുരാണം, ഇതിലൂടെയൊക്കെ നമ്മളൊന്ന് സഞ്ചരിച്ചു കഴിഞ്ഞാൽ നമുക്കിതിനെക്കുറിച്ചൊക്കെ കുറച്ച് മനസ്സിലാക്കാൻ കഴിയും. ഈ പറഞ്ഞ 3 പുരാണങ്ങളെയും നിങ്ങൾ അന്ധമായ ഭക്തിയോടുകൂടി അതിൽ പറഞ്ഞിരിക്കുന്ന എല്ലാം ശരിയാണെന്നുള്ള രീതിയിൽ ഭ്രാന്തമായ ഭക്തിയോടുകൂടി ഇത് വായിക്കുകയല്ല വേണ്ടത്. പുരാണങ്ങളെ മുഴുവൻ നിങ്ങൾ വായിക്കേണ്ടത് ഒരു റിസർച്ച് മെൻറ്റാലിറ്റിയിലൂടെ തന്നെ ആയിരിക്കണം. അപ്പോൾ മാത്രമേ അതിനകത്ത് ഉറങ്ങിക്കിടക്കുന്ന സയൻസിനെ കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഇപ്പോൾ ഒരു വ്യക്തി മരിച്ചു കഴിഞ്ഞാൽ നമ്മളൊക്കെ ചെയ്യുന്ന എന്താണ്? മരിച്ചു കഴിഞ്ഞാൽ ആ ഡെഡ് ബോഡിയെ കുളിപ്പിച്ച് വൃത്തിയാക്കി നമ്മൾ ഭസ്മമെല്ലാം ഇട്ട്, ഹിന്ദുക്കളുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്, മറ്റുള്ളവർ അതേപോലെ തന്നെ എല്ലാ മതക്കാരും ശവശരീരത്തെ വൃത്തിയാക്കാറുണ്ട്. കാരണം എന്താണ്? അതിനൊരു ശുദ്ധി ഉണ്ടാക്കി വെച്ചാൽ മാത്രമേ ഈ തെറ്റായ നെഗറ്റീവ് എനർജി പുറത്തേക്ക് വരുമ്പോൾ അത് മറ്റുള്ള ജീവിച്ചിരിക്കുന്ന വ്യക്തികൾക്ക് ദോഷം വരാതിരിക്കുകയുള്ളൂ എന്ന നിസാരമായ ഒരു ചിന്താഗതിയാണ്, സാധാരണ ഒരു ചിന്താഗതിയാണ് അത്. അതുകൊണ്ടാണ് പിന്നെ ഏത് മതക്കാരായാലും ശവശരീരത്തെ കുളിപ്പിച്ച് അല്ലെങ്കിൽ വൃത്തിയാക്കി സുഗന്ധങ്ങൾ പുകച്ച് ആ ശവശരീരം പ്രദർശനത്തിന് വയ്ക്കുന്നത്. ഒരു വ്യക്തി മരിച്ചു കഴിയുമ്പോൾ അയാളുടെ ആത്മാവ് പുറത്തേക്ക് പോകുന്നത് ഒന്നുകിൽ
കണ്ണുകളിലൂടെ ആയിരിക്കും, അല്ലെങ്കിൽ മൂക്കിലൂടെ ആയിരിക്കും, അല്ലെങ്കിൽ വായിലൂടെ ആയിരിക്കും, അതുമല്ലെങ്കിൽ ചെവിയിലൂടെ ആയിരിക്കും, പിന്നെ അല്ല എന്നുണ്ടെങ്കിൽ ഗുദത്തിലൂടെ ആയിരിക്കും. ഇങ്ങനെ വിവിധ ഭാഗങ്ങളിലൂടെയാണ് ആത്മാവ് പുറത്തേക്ക് പോകുന്നത്. ഇതൊരു സങ്കല്പമാണ്. ഇതിൻ്റെ ശരി തെറ്റുകളെക്കുറിച്ചൊന്നും എനിക്കറിയില്ല. മത്സ്യപുരാണത്തിലും ഏറ്റവും നന്നായിട്ട് അതിനെക്കുറിച്ച് വിവരിച്ചുള്ള അഗ്നിപുരാണത്തിലാണ്. അഗ്നിപുരാണം വായിക്കേണ്ടത് വളരെയേറെ എന്താ പറയുക, റിസർച്ച് മെൻറ്റാലിറ്റിയോടെ തന്നെ ആയിരിക്കണം നിങ്ങൾ അഗ്നിപുരാണം വായിക്കേണ്ടത്. മത്സ്യപുരാണത്തിലും ഗരുഡപുരാണത്തിലും വളരെ വ്യക്തമായിട്ട് ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആധ്യാത്മിക സാധനകൾ ചെയ്യുന്ന വ്യക്തികളുടെ ആത്മാവ് ബ്രഹ്മരന്ധ്രം എന്ന് പറഞ്ഞാൽ ഉച്ചി എന്ന് പറയും, ബ്രഹ്മരന്ധ്രം ഭേദിച്ചാണ്, ഉച്ചി ഭേദിച്ച് പോകുമ്പോൾ മറ്റുള്ളവരുടെ ആത്മാവ് പോകുന്നത് വായിലൂടെയും ചെവി, മൂക്ക്, കണ്ണുകൾ, ഗുദം, ഇത്തരത്തിലുള്ള നമ്മുടെ നവദ്വാരങ്ങളിൽ ഏതെങ്കിലും ഒരു ദ്വാരത്തിലൂടെ ആയിരിക്കും പോകുന്നത്. അതിന് പറയുന്ന 7 ദ്വാരങ്ങളിലൂടെയാണ് പോകുന്നതെങ്കിലും 9 വാതിലുകളും എനിക്ക് പ്രിയമാണ് എന്നാണ് പറയുന്നത്. അത് ഗരുഡപുരാണം വായിക്കുമ്പോഴും മത്സ്യപുരാണം വായിക്കുമ്പോഴും ഉള്ളതിനേക്കാളേറെ വളരെ വ്യക്തമായിട്ട് അഗ്നിപുരാണത്തിൽ ഇതിനെക്കുറിച്ച് പ്രതിപാദിച്ചിട്ടുണ്ട്. എന്നാൽ അത് നിങ്ങൾ ഈ പറഞ്ഞതുപോലെ ഒരു റിസർച്ച് മെൻറ്റാലിറ്റിയിലൂടെ തന്നെ അത് വായിച്ചാലേ അത് കണ്ടെത്താനും കഴിയുകയുള്ളൂ. മറിച്ച് അമിതമായ ഭക്തിയും അന്ധവിശ്വാസത്തിലൂടെ ഇതൊന്നും വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതൊന്നും കണ്ടെത്താൻ കഴിയില്ല. അതുകൊണ്ട് നിങ്ങൾ വളരെയേറെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു വ്യക്തി മരിച്ചു കഴിയുമ്പോൾ അയാളുടെ ആത്മാവ് എങ്ങനെ പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. പഴയ ആൾക്കാർ അവരുടെ കുടുംബങ്ങളിൽ ഗുരുക്കന്മാരോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ച് അറിയുന്നവര് ആദ്യം നോക്കുന്നത് ഒരു വ്യക്തി മരിച്ചാൽ ആത്മാവ് ഏതു വഴിയിലൂടെ, ഏതു വാതിലിലൂടെയാണ് അവൻ കടന്നു പോയത്. വന്ന വാതിലിലൂടെ കടന്നു പോകുന്നവൻ ഭാഗ്യവാൻ. വന്ന വാതിലിലൂടെ കടന്നു പോകുക എന്ന് പറയണത്, ആത്മാവ് എങ്ങനെയാണ് വരുന്നത്? ആത്മാവ് വരുന്നത് അച്ഛൻ കഴിക്കുന്ന ആഹാരത്തിലൂടെയാണ്. അച്ഛനാണ് ആത്മാവിനെ കൊണ്ട് അമ്മയുടെ ഗർഭപാത്രത്തിലേക്ക് എത്തിക്കുന്ന വഴി, ഒരു ഉപാധി എന്ന് പറയാം. നവധാന്യങ്ങളിലൂടെയാണ് ആത്മാവ് അച്ഛൻ്റെ നവധാന്യങ്ങൾ ഏതെങ്കിലും ഒന്നിലൂടെ ആയിരിക്കും ആത്മാവ് അച്ഛൻ്റെ ശരീരത്തിലേക്ക് എത്തുന്നത്. അതുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് നമുക്ക് അച്ഛൻ എന്ന് പറയുന്നത്, പിതാവ് എന്ന് പറയുന്നത്. അതാണ് പറയുന്നത്, പിതാവിലൂടെ പിതൃക്കളിലേക്ക് എത്തുന്നവൻ പിതാവിനെ മറന്ന് പിതൃക്കളെ തേടി നടന്നാൽ പൈതൃകം പോലും ഉണ്ടാകില്ല, പൈതൃകം പോലും അവനെ പിന്തുടരില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ പിതാവ് എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയാണ്. ആ അച്ഛനെയാണ് നമ്മൾ അടിയും കൊടുത്ത് വയോജന വൃദ്ധസ്ഥാനത്തിൽ കൊണ്ട് തള്ളുന്നതെന്ന് ആദ്യം ഓർക്കണം. അച്ഛൻ തെറ്റിയും ശരിയും നമുക്ക് പരസ്പരം പല കാര്യങ്ങളൊക്കെ പറയാം, എന്നാലും ഒന്ന് ആലോചിക്കണം, ഈ അച്ഛനിലൂടെയാണ് ഈ ഭൂമുഖത്തെ ഞാൻ കണ്ടത്. അതുകൊണ്ട് അച്ഛനോട് ഉള്ള കടപ്പാട് ഒരു കാലത്തും നമുക്ക് തീരില്ല. ഇപ്പം എല്ലാവരും പറയാം, അപ്പം അമ്മയോടുള്ള കടപ്പാടോ? അമ്മ എന്ന് പറയുന്നത് നമ്മളെ വഹിക്കുന്ന ഒരു വ്യക്തി മാത്രമാണ്. ഇതൊരു തർക്ക വിഷയമാണ്, എന്നാലും ഞാൻ പറയുകയാണ്, പിതാവിലൂടെയാണ് അമ്മയിൽ എത്തുന്നത്. അതുകൊണ്ട് അമ്മ എന്ന് പറയുന്നത് നമ്മളെ 9 മാസം, 10 മാസമല്ല, 9 മാസം, 9 ദിവസം, 9 നാഴിക, 9 വിനാഴിക, ഇതാണ് ഗർഭകാലത്തിൻ്റെ കണക്ക്. വിനാഴിക നമ്മളെ ചുമക്കുന്ന ഒരു വ്യക്തി തന്നെയാണ്. ആ അമ്മ അനുഭവിക്കുന്ന വേദന വളരെ പ്രധാനമാണ്. പക്ഷേ ഈ അമ്മയിലേക്ക് നമ്മൾ എത്തുന്നത്
അച്ഛനിലൂടെയാണ് എന്നുള്ള കാര്യം നമ്മൾ മറക്കരുത്. അതുകൊണ്ട് അച്ഛൻ എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയാണ്. അച്ഛനിലൂടെയാണ് നമ്മൾ ഈ ഭൂമുഖത്തെത്തുന്നതും ഈ ഭൂലോകവും ഈ പറഞ്ഞ എല്ലാ സൗഭാഗ്യങ്ങളും ദുരിതങ്ങളും ഒക്കെ അനുഭവിക്കുന്ന ഈ ഭൂമിയിലേക്ക് നമ്മൾ എത്തുന്നത്. അപ്പോൾ നമ്മുടെ ആത്മാവ് അച്ഛൻ കഴിക്കുന്ന ആഹാരത്തിലൂടെ, അതിലേതെങ്കിലും ഒന്നിലൂടെ ആയിരിക്കും ആത്മാവ് അച്ഛൻ്റെ ശരീരത്തിലേക്ക് എത്തുന്നത്. ആ എത്തുന്ന ആത്മാവ് അമ്മയിലേക്ക് എത്തിക്കഴിഞ്ഞ് അവിടെ ആ ഇരുണ്ട് മൂടിയ ഗർഭപാത്രത്തിൽ, അതാണ് പറയുന്നത്, ഗർഭസ്ഥനായ ഞാൻ ഗർഭപാത്രത്തിൽ തടങ്കലിലായിരിക്കുന്നേരം അമ്മേ, നീ പറയുന്ന വാക്കുകളും നിന്റെ ചിന്തകളും എന്നെ കുലത്തിന് അടിമയാക്കുമോ കുലത്തിന് ഉടമയാക്കുമോ എന്നെനിക്കറിയില്ല അമ്മേ. എങ്കിലും ഞാൻ കുമ്പിട്ട് ഈ ഭൂമുഖത്തേക്ക് വരുന്നു 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 എന്ന് സിദ്ധന്മാർ വളരെ രസകരമായി പറയുന്ന കാര്യം ഇതാണ്. അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് കുഞ്ഞ് കൈകളോടുകൂടി ഇങ്ങനെ തൊഴുതുകൊണ്ടാണ് അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തേക്ക് ഭൂമിയിലേക്ക് വരുന്നത്. അതാണ് അതിനെക്കുറിച്ച് പറയുന്നത്. ഉച്ചി കാണിച്ചു ഞാൻ തൊഴുതുകൊണ്ട് വന്നിടും നേരം പൊട്ടിച്ചിരിക്കുന്ന ജനതയെ നോക്കി പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഞാൻ ചോദിക്കുന്നു, ഏതു പാവം ചെയ്തതിനാണ് ഞാൻ ഈ ഭൂമിയിലേക്ക് വീണ്ടും വന്നത്? കർമ്മശുദ്ധിയില്ലാത്ത നിന്നെ നോക്കി ഞാൻ പുച്ഛത്തോടെ പറയുന്നു, നീയും എന്നെപ്പോലെ തന്നെ വന്ന പോലെ പോയിടും. വളരെ അർത്ഥവത്തായിട്ടുള്ള വരികളാണ് ഇതൊക്കെ. നീയും എന്നെപ്പോലെ വന്നതുപോലെ പോയിടും. എങ്ങനെയാണ്? അതാണ് നേരത്തെ ഞാൻ പറഞ്ഞ മരണം എന്ന് പറയുന്നത്. ഒരു വ്യക്തി മരിച്ചാൽ നല്ല അറിവുള്ളവര് ആ വ്യക്തിയുടെ ആത്മാവ് ഈ പറയുന്ന ഏതിലൂടെയാണ് പോയിരിക്കുന്നതെന്ന് ആദ്യം പരിശോധിക്കും. അത് കഴിഞ്ഞതിന് ശേഷമാണ് ഈ ആത്മാവ് ദുഷ്ടാത്മാവായ രീതിയിലാണോ പോയിട്ടുള്ളത്, നല്ല പുണ്യാത്മാവായിട്ടാണ് പോയിരിക്കുന്നത് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അല്ലാതെ നമ്മൾ ഒരാൾ മരിച്ചു കഴിഞ്ഞ ഉടൻ തന്നെ മരിക്കും വരെ ദുഷ്ടനായിരിക്കും, മരിച്ചു കഴിഞ്ഞ അവിടെ പുണ്യനാക്കി നമ്മൾ മാറ്റുന്നുണ്ട്. അതൊന്നും അല്ല തീരുമാനിക്കുന്നത്. സന്യാസിമാർക്കെന്ന് പറയും, സിദ്ധമാർഗ സഞ്ചാരികൾക്ക് അവരെങ്ങനെ മരിച്ചാലും ആത്മാവ് ഉച്ചി ഭേദിച്ച് ബ്രഹ്മരന്ധ്രം ഭേദിച്ച് തന്നെയായിരിക്കും പോകുന്നതെന്ന് പറയുന്നു. അങ്ങനെ പോകാൻ മാത്രമേ അവരുടെ ആത്മാവിനെ അവർ പരിശീലിക്കാറുള്ളൂ. അപ്പോൾ ഈ ആത്മാവെന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കും പോലെ അതൊരു ഏതോ ഒരു കാണാൻ പറ്റുന്നൊരു സാധനമൊന്നുമല്ല. കാണാൻ പറ്റാത്ത വായുവിനെ നിങ്ങൾക്ക് കാണുവാൻ കഴിയുമെങ്കിൽ നിങ്ങൾക്ക് ആത്മാവിനെയും കാണാൻ കഴിയും. വായുവിനെ കാണാൻ കഴിയില്ല. കാരണം എന്താണ്? വായു അനുഭവിച്ചറിയുവാനുള്ളതാണ്. അതുപോലെയാണ് ആത്മാവെന്ന് പറയുന്നത്. എന്നാൽ ആത്മാവ് കോശങ്ങളാൽ നിർമ്മിതമാണ് എന്നാണ് നമ്മുടെ പഴമക്കാർ ഇത്തരത്തിലുള്ള ഗ്രന്ഥങ്ങളിലൂടെയും സിദ്ധമാർഗ സഞ്ചാരികൾ ഉൾപ്പെടെയുള്ളവർ അത് വിശ്വസിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവരുടെ കർമ്മങ്ങളും ക്രിയാതാന്ത്രിക പ്രവർത്തികളും ചെയ്യുന്നത്. അപ്പം ആത്മാവിനെ കുറിച്ച് പറയുന്നത് അത് അന്നമയ കോശം, പ്രാണമയ കോശം, കാമമയ കോശം, മനോമയ കോശം, വിജ്ഞാനമയ കോശം, ആനന്ദമയ കോശം, ഇങ്ങനെ 6 കോശങ്ങളാൽ, ചിലർ അതിൽ 1-2 വിട്ടുകളയെന്ന് പറയാം, ഇല്ല 6 കോശങ്ങളാൽ നിർമ്മിതമായിട്ടുള്ളതാണ് ആത്മാവ് എന്ന് പറയും. ഈ ആത്മാവ് ശരീരത്തിൽ നിന്ന് പുറത്തു പോയ ശേഷം, കാരണം മരണത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്, ശരീരത്തിൽ നിന്ന് പുറത്തു പോയതിനു ശേഷം അത് താൻ ഇത്രയും കാലം കുടിയിരുന്ന കോവിൽ ഒന്ന് നോക്കും. എന്ന് പറഞ്ഞാൽ കുടിയിരുന്ന കോവിൽ എന്ന് പറഞ്ഞാൽ ഏതാണ്? ശരീരം. നമ്മൾ ഇത്രയും കാലം വസിച്ച ആ ശരീരത്തെ ഒന്ന് പുറത്ത് നിന്ന് നോക്കും. നോക്കിയിട്ട് ആ ആത്മാവ് താൻ വീണ്ടും അതിനുള്ളിലേക്ക് കടക്കാനായിട്ടുള്ള ഒരു ശ്രമം നടത്തുമെന്ന് അഗ്നിപുരാണത്തിൽ സ്പർശിച്ച് പറയുന്നുണ്ട്.
ആ ശ്രമം നടത്തുമ്പോൾ ആത്മാവ് ആ ശ്രമം പരാജയപ്പെട്ട് കഴിഞ്ഞാൽ തനിക്ക് വേണ്ടപ്പെട്ടവരുടെ സമീപത്തേക്ക് ഈ ആത്മാവ് എത്തുമെന്നും അവരെ വിളിച്ചുണർത്തി, അല്ലെങ്കിൽ അവരെ താൻ ഇങ്ങനെ എൻ്റെ ശരീരത്തിൽ നിന്ന് ഞാൻ പുറത്തുപോയി എനിക്ക് തിരിച്ചു കയറാനാകുന്നില്ല എന്നുള്ള ഇൻഫർമേഷൻ നൽകുന്നതിലേക്ക് വേണ്ടിയും അവരുടെ സഹായം കിട്ടുന്നതിലേക്ക് വേണ്ടിയും ആത്മാവ് വളരെ വേണ്ടപ്പെട്ടവരുടെ അരികിലേക്ക് പെട്ടെന്ന് എത്തുമെന്നും പറയും. ഇതൊരു അന്ധവിശ്വാസമാണ്, അല്ലെങ്കിൽ അന്ധവിശ്വാസമല്ലായിരിക്കാം. ഇതൊക്കെയാണ് പറയുന്നത്. ഞാൻ ആ കാര്യങ്ങൾ മാത്രമാണ് പറയുന്നത്. ഇതിനകത്ത് എടുക്കേണ്ടത് എടുക്കാം, ഉപേക്ഷിക്കേണ്ടത് ഉപേക്ഷിക്കാം. അന്ധവിശ്വാസമാണെന്ന് വിചാരിക്കുന്നവർക്ക് അന്ധവിശ്വാസമായിട്ട് എടുക്കാം, അല്ലാത്തവർക്ക് ഇതിൻ്റെ ആവശ്യമുള്ള പാർട്ടുകൾ എടുക്കാം. ഇപ്പോൾ ഭാര്യ മരിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഭർത്താവിൻ്റെ അടുത്തായിരിക്കും, അല്ലെങ്കിൽ മക്കളുടെ അടുത്തായിരിക്കും ആദ്യം. ചിലപ്പോൾ ചിലർ പറഞ്ഞു കേട്ടിട്ടില്ലേ, ഞാൻ വളരെ ദൂരെയായിരുന്നു, അച്ഛൻ മരിച്ചു എന്ന് പറഞ്ഞ സമയത്ത് എനിക്ക് പെട്ടെന്ന് അച്ഛൻ ഉപയോഗിക്കുന്ന സ്പ്രേയുടെ ഗന്ധം എനിക്ക് കിട്ടി, അല്ലെങ്കിൽ അച്ഛൻ സ്ഥിരമായി ഉപയോഗിക്കുന്ന ഒരു എണ്ണയുടെ ഗന്ധം എനിക്ക് കിട്ടി എന്നൊക്കെ ചിലർ പറയാറുണ്ട്. അത് ചിലപ്പോൾ അന്ധവിശ്വാസമായിരിക്കാം, ആണെന്ന് തന്നെ വെച്ചോളൂ. അങ്ങനെ ഈ ആത്മാവ് ആ മകൻ്റെ അടുത്തെത്തി, അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ഏറ്റവും വേണ്ടപ്പെട്ട വ്യക്തിയുടെ അടുത്തെത്തി സഹായം അഭ്യർത്ഥിക്കുകയാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് അവർക്ക് ഒരിക്കലും ജീവിച്ചിരിക്കുന്ന വ്യക്തിയുടെ അടുത്തേക്ക് ആത്മാവ് എത്തുമ്പോൾ ആ ആത്മാവിന് ഒരിക്കലും ജീവിച്ചിരിക്കുന്ന വ്യക്തിയെ സ്പർശിക്കുവാനാവില്ല, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും പറ്റില്ല. ചെറുതായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യില്ല, അവർക്കത് തിരിച്ച് മനസ്സിലാക്കുവാനും കഴിയാത്തതുകൊണ്ട് ഈ ആത്മാവ് നിസ്സഹായ അവസ്ഥയിലെത്തി ആ മരണത്തെ ആത്മാവ് അംഗീകരിക്കുകയാണ് ചെയ്തത്. അത് കഴിഞ്ഞതിന് ശേഷം തൻ്റെ തൻ്റെ മൃതശരീരത്തെ എങ്ങനെയാണ് മറ്റുള്ളവർ കൈകാര്യം ചെയ്യുന്നതെന്നും ആരൊക്കെ അവിടെ വന്നു പോകുന്നു എന്നെല്ലാം ആത്മാവ് മാറി നിന്ന് വീക്ഷിക്കും. അങ്ങനെ മാറി നിന്ന് വീക്ഷിച്ച ശേഷം ആ ഡെഡ് ബോഡി ക്രിമിനേറ്റ് ചെയ്യുന്നത് വരെ ആത്മാവ് ഈ ശവശരീരത്തെ പിന്തുടർന്നുകൊണ്ടേയിരിക്കും. എവിടെയാണോ കൊണ്ടുപോയി ക്രിമിനേറ്റ് ചെയ്യുന്നത് അവിടെ ക്രിമിനേഷൻ പൂർത്തിയായ ശേഷം ആത്മാവ് താൻ എവിടെ വച്ചാണോ തൻ്റെ ശരീരത്തെ ഉപേക്ഷിച്ചത് ആ സ്ഥലത്തേക്ക് തിരിച്ച് ആത്മാവ് വരുന്നതാണ്. വന്ന് വീണ്ടും ആ സ്ഥലത്തെ കുമ്പിടും. എവിടെ വച്ചാണോ ഞാൻ നിന്നിൽ നിന്ന് അടർന്നു പോയത് അവിടെ തന്നെ ഞാൻ എൻ്റെ കണ്ണീർ പുഷ്പങ്ങൾ അർപ്പിക്കുന്നു എന്ന് പറയുന്ന ഇതാണ്. അവിടെ വന്ന് കുമ്പിട്ട ശേഷം ആത്മാവ് തിരിച്ച് താൻ ഇത്രയും കാലം വസിച്ച വീട്ടിലേക്ക് എത്തും. തൻ്റെ ബന്ധുമിത്രാദികൾ ഉൾപ്പെടെയുള്ളവരുടെ വീടുകളിലേക്ക് എത്തും. 16 ദിവസം ആത്മാവ് നമ്മുടെ വീടിനും പരിസരത്തിനും ചുറ്റും ഉണ്ടായിരിക്കും. ഇതാണ് നമ്മൾ 16 ദിവസം ബലി അർപ്പിക്കുന്നതിൻ്റെ അടിസ്ഥാന തത്വം. അത്രയും കാലം ഭൂമുഖത്ത് ജീവിക്കുവാനായിട്ടുള്ള ഊർജം നൽകുകയാണ് നമ്മൾ ഈ പ്രക്രിയയിലൂടെ നമ്മൾ ചെയ്യുന്നത്. ഓരോ ദിവസവും നമ്മൾ അന്നം കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതാണ് ബലി തർപ്പണത്തിൽ ഏറ്റവും പ്രധാനം. ഇപ്പോൾ വന്നിട്ട് മരിച്ചതിൻ്റെ അന്ന് തന്നെ സഞ്ചയനം നടത്തി എല്ലാവർക്കും പിരിയാൻ പറ്റുമോ എന്നുള്ളത് നോക്കുന്ന ഒരു കാലഘട്ടമാണ്. അതൊക്കെ അവരുടെ തിരക്കിൻ്റെ വിഷയം, അത് നമ്മൾ പറയുന്നില്ല. ഇതെല്ലാം നമുക്ക് ഫോളോ ചെയ്യാനും പറ്റില്ല. എന്നാലും നമ്മൾ ആ മരിച്ചുപോയ വ്യക്തിക്ക് നമ്മൾ അന്നം കൊടുക്കുന്നതിലൂടെ ആത്മാവ് ആ ഊർജം കൊണ്ടാണ് ജീവിക്കുന്നത്. അപ്പോൾ ആ 16 ദിവസം നമ്മുടെ ആത്മാവ് ആ വീടിൻ്റെ ചുറ്റുവട്ടത്ത് തന്നെ ഉണ്ടായിരിക്കും. അല്ലാതെ സഞ്ചയനം കഴിഞ്ഞ് അസ്ഥി കൊണ്ട് എവിടെയെങ്കിലും ഒഴുക്കിയിട്ട് ക്ഷേത്രത്തിലിരിക്കുന്നവന്മാർ പറയും നമ്മളിവിടെ സ്ഥാപിച്ചിട്ടുണ്ട്, നിങ്ങൾ ധൈര്യമായിട്ട് പൊയ്ക്കോളൂ എന്നൊക്കെ പറയും. അതൊക്കെ ഒരു തെറ്റായ ധാരണയാണ്. പറയുന്നവർക്ക് ഈശ നിറയ്ക്കാനായിട്ടായിരിക്കാം പറയുന്നത്. എന്നിരുന്നാൽ അത് ശരിയായിട്ടില്ല. 16 ദിവസവും ആത്മാവ് നമ്മുടെ വീടിനും നമുക്ക് ചുറ്റും ഉണ്ടായിരിക്കും. നമ്മൾ കൊടുക്കുന്ന ഓരോ ദിവസത്തെ അന്നത്തിനും ബലി പറഞ്ഞിടുന്ന അന്നത്തിന് ആ അന്നത്തിലൂടെ ഊർജം സ്വീകരിച്ച് 10-ാം ദിവസം നമ്മൾ കൊടുക്കുന്ന പിണ്ടം എന്നാണ് പറയണത്. 10-ാമത്തെ ദിവസമാണ് ഈ ആത്മാവിന് പിണ്ടദേഹി എന്ന് പറയും.
പിണ്ടദേഹിക്ക് വിശപ്പും ദാഹവും ഒക്കെ ഉണ്ടായി തുടങ്ങുന്നത്. അതുവരെ ഈ ആത്മാവിന് വിശപ്പും ദാഹവും ഉണ്ടാകേണ്ട വിധത്തിലുള്ള രീതിയിൽ ആ ആത്മാവ് രൂപപ്പെട്ടു വരുന്നതിന് വേണ്ടിയാണ് ഈ 9 ദിവസത്തെ പിണ്ടവും നമ്മൾ കൊടുക്കുന്നത്. നമ്മൾ എത്ര ദിവസത്തെ പിണ്ടം ഇപ്പം കൊടുക്കാറില്ല. നമ്മുടെ തിരക്കുകൊണ്ട് ഇത് നടക്കുന്ന കാര്യമല്ല. ചിലരുണ്ട് 16ാമത്തെ ദിവസം എന്നിട്ട് 16 ദിവസത്തെ പിണ്ടം കൂടെ ഒന്നിച്ച് വയ്ക്കാൻ പറയും. ഉടൻ തന്നെ അവിടുത്തെ ഇരിക്കുന്ന ആചാര്യന്മാർ പറയും ഓക്കെ അത് തന്നെ ആയിക്കോട്ടെ എന്ന് പറയും. അതിന് ഇത്ര രൂപയുണ്ടെന്ന് പറയും. ഇങ്ങനെയാണ് നടക്കുന്നത്. നിങ്ങൾ കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, ആത്മാവിന് നിങ്ങൾ ഒന്നും അന്നം കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, കൊടുത്താൽ മാന്യമായി കൊടുക്കുക, അല്ലെങ്കിൽ കൊടുക്കാതിരിക്കുക. അപ്പോൾ 16 ദിവസം കഴിഞ്ഞിട്ട് ആത്മാവ് സഞ്ചാരം തുടങ്ങും, പിതൃലോകത്തിലേക്കുള്ള സഞ്ചാരം തുടങ്ങും. ഈ 16 ദിവസവും വളരെ പ്രധാനപ്പെട്ടതാണ്. സഞ്ചയന കാലഘട്ടം കഴിഞ്ഞ ഉടൻ തന്നെ എല്ലാവരും പിരിഞ്ഞു പോയിട്ട് അവർ ധരിക്കും ഇതോടുകൂടി എല്ലാ കർമ്മബന്ധങ്ങളും അല്ലെങ്കിൽ അച്ഛൻ മക്കൾ ബന്ധങ്ങളെല്ലാം തീർന്നു എന്ന് വിചാരിക്കും. തീരത്തില്ല. അപ്പോൾ അത് പിതൃദോഷത്തിലേക്ക് വളരെയേറെ കൊണ്ട് നിങ്ങളെ എത്തിക്കും. ഇതൊരു അന്ധവിശ്വാസമാണെന്ന് എടുത്തെടുത്ത് പറയാൻ കാര്യം നമ്മുടെ സമൂഹം അത്രത്തോളം ശാസ്ത്രീയമായി വളർന്നു എന്ന് ധരിക്കുന്ന ഒരു സമൂഹത്തിനോടാണ് ഞാനിത് പറയുന്നത്. സ്ഥിതലോക സഞ്ചാരം നടത്തുന്നവരും അവധൂതാവസ്ഥയിലുള്ളവരും ഇതിലൊന്നും വിശ്വസിക്കുന്നില്ല. അവർ പറയുന്നത് ആത്മാവിന് ജനനവുമില്ല മരണവുമില്ല. വന്നതെവിടെന്ന് അറിയാത്തവൻ എവിടെ പോയാലെന്ത്, എങ്ങനെ പോയാലെന്ത്, വെണ്ണീറായാലെന്ത്, അവനതിനെ ബാധിക്കത്തില്ല. അതാണ് യഥാർത്ഥത്തിൽ സത്യം. പക്ഷെ ഭൗതിക ജീവിതം നയിക്കുന്ന നമുക്ക് ആ സത്യത്തിലേക്ക് എത്തുവാനായിട്ട് അത്തരത്തിലുള്ള സഞ്ചാരം നടത്തിയാലേ പറ്റുള്ളൂ. അല്ലാത്തിടത്തോളം കാലം നമ്മൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മുഴുവനായിട്ടും ഫോളോ ചെയ്യാൻ പറ്റില്ലെങ്കിലും കുറച്ചെങ്കിലും ഫോളോ ചെയ്യുന്നത് നന്നായിരിക്കും. പിതൃലോകത്തിലേക്ക് എത്തുന്ന ആത്മാവ് പിന്നീട് 16 ദിവസം കഴിഞ്ഞാൽ മാസത്തിലൊരിക്കൽ ആത്മാവിന് നമ്മൾ പിണ്ടം വയ്ക്കാറുണ്ട്. അത് കഴിഞ്ഞ് 12 മാസം കഴിയുമ്പോൾ ആണ്ടിലൊരിക്കലാണ് ആത്മാവിന് പിണ്ടം വയ്ക്കുന്നത്. ആണ്ടിലൊരിക്കൽ കൊടുത്താൽ മതിയോ? മതി. കാരണം പിതൃലോകത്തിലെ ഒരു ദിവസം എന്ന് പറയുന്നത് ഭൂമിയിൽ ജീവിക്കുന്ന 360 ദിവസം പറഞ്ഞ ഒരു വർഷമാണ്. അതാണ് കാലചക്രത്തിൻ്റെ വ്യത്യാസം. അല്ലാതെ അപ്പോൾ നമ്മൾ എല്ലാ വർഷവും അച്ഛനമ്മമാർക്ക് അല്ലെങ്കിൽ പിതൃക്കൾക്ക് നമ്മൾ പിണ്ടം വയ്ക്കുന്നതിലൂടെ നമ്മൾ അവർക്ക് എന്നും ആഹാരം കൊടുക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കുക. അതുകൊണ്ടാണ് വർഷാവർഷമായിട്ടുള്ള പിണ്ടം നൽകുന്നത്, ബലി നൽകുന്നത് ഒരിക്കലും മുടക്കരുത് എന്ന് പറയുന്നത്. എന്നും നമ്മൾ അന്നം നൽകുന്നതിലാണ്. കാരണം പിതൃലോകത്തിലെ ഒരു ദിവസം എന്ന് പറയുന്നത് ഭൂമിയിലെ ഒരു വർഷമാണ്. ഇതാണ് ആ കാലത്തിൻ്റെ വ്യത്യാസം. അതുകൊണ്ട് കൃത്യമായിട്ടുള്ള ബലി തർപ്പണങ്ങളെല്ലാം കൃത്യമായി ചെയ്യുന്നത് അവനവൻ്റെ കുടുംബത്തിൻ്റെ ഐശ്വര്യത്തിനും ഉയർച്ചയ്ക്കും വളരെയേറെ നല്ലതാണ്. ഇത് അന്ധവിശ്വാസമായി എടുക്കുന്നവർക്ക് അന്ധവിശ്വാസത്തിലെടുക്കാം, അല്ലാത്തവർക്ക് അതിൻ്റെ രീതിയിൽ അതിൻ്റെ സീരിയസിലെടുക്കാം. തൽക്കാലം നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കുക, ആത്മാവിന് ജനനമില്ല മരണമില്ല. ആത്മാവ് ജനിക്കുന്നുമില്ല മരിക്കുന്നുമില്ല. ഇത് അത്രത്തോളം രീതിയിൽ നമ്മൾ ചിന്തിച്ച് ആ തരത്തിൽ നമുക്ക് പെരുമാറണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആധ്യാത്മികമായിട്ട് കുറഞ്ഞത് അനാഹത ചക്രത്തിന് മേലെയെങ്കിലും കുണ്ടലിനി ശക്തിയെ ഉയർത്തിക്കൊണ്ടുവരാൻ കഴിവുള്ളവരായിരിക്കണം. അല്ലാത്തവർക്ക് ഈ പറയുന്ന രീതിയിലുള്ള കാര്യങ്ങൾ സ്വീകരിച്ചേ മതിയാവൂ. എങ്കിൽ മാത്രമേ അവർക്ക് അവരുടെ കുടുംബത്തിന് ഉയർച്ചയും വരും തലമുറകൾക്ക് ദോഷമില്ലാത്ത വിധത്തിൽ പിതൃദോഷമില്ലായ്മ ചെയ്യുവാൻ കഴിയും. ബാക്കി ഒരുപാട് കാര്യങ്ങളുണ്ട്, അത് ഞാൻ തുടർന്ന് പറയുന്നതായിരിക്കും. എന്തായാലും ഒരു കാര്യം നിങ്ങൾ അടിസ്ഥാനപരമായിട്ട് മനസ്സിലാക്കുക, നിങ്ങൾ പിതൃദോഷത്തെ, ഈ ലോകത്തെ ഏറ്റവും വലിയ ദോഷം, കുടുംബപരമായിട്ട് നമ്മൾ ജീവിക്കുന്ന ഭൗതിക ലോകത്തെ ഏറ്റവും വലിയ ദോഷം പിതൃദോഷമാണ്. ആ പിതൃദോഷത്തെ ഇല്ലായ്മ ചെയ്യാനായിട്ടുള്ള ക്രിയാകർമ്മങ്ങൾ ചെയ്ത് കൃത്യമായി നമ്മൾ ചെയ്യണം. അല്ല എന്നുണ്ടെങ്കിൽ അത്
ദോഷമായിട്ട് നമ്മളെ വേട്ടയാടും.